വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്നാ നീ തന്നെ പറ കാശി സത്യം. ആരാ നിന്റെ അപ്പയെ ഇല്ലാതാക്കിയത്? ദക്ഷി പറഞ്ഞു കേട്ടപ്പോഴാണ് കാശി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നത്. അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്കൊന്നും പറയാനില്ല. കള്ളം പറയണ്ടേ കാശി. ഡോക്ടർ വൈകാശി മാധവനായ നീ എങ്ങനെയാ വൈകാശി നരേന്ദ്രനായത്? നീ തന്നെ എല്ലാം പറയണം കാശി. നീയാണ് മാധവന്റെ മകളെന്നറിഞ്ഞത് കൊണ്ട് തന്നെയാ ഞാൻ വന്നത്. ഇന്ത്യക്കകത്തും പുറത്തും വ്യാപിച്ച് കിടക്കുന്ന വൈഷ്ണവും മാധവും ഗ്രൂപ്പിന്റെ കിരീടം വെക്കാത്ത റാണി എന്തിനാ നീ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? പറകാശി. കൊല്ലാൻ. എന്തിന്? എൻ്റെ അപ്പയെ പച്ചക്ക് കൊന്നവരെ, എൻ്റെ കുഞ്ഞായ അമ്പൂട്ടിനെ എന്നിൽ നിന്ന് ഇല്ലാതാക്കിയവരെയും. നിനക്കറിയോ ദക്ഷ്, അമ്പൂട്ടൻ എൻ്റെ കുഞ്ഞ, എൻ്റെ സ്വന്തം. കിടപ്പോടെ കാശി പറഞ്ഞു നിർത്തിയതും ദക്ഷി കേട്ടപ്പോൾ മാറാത്ത കാശിയെ നോക്കി. ഉയർന്ന കുടുംബത്തിൽ ജനിച്ചതായിരുന്നു എൻ്റെ അപ്പ. സ്വന്തം എന്ന് പറയാൻ അച്ചമ്മയല്ലാതെ അപ്പക്ക് മറ്റാരും ഇല്ലായിരുന്നു. എല്ലാവരെയും ഒരു മടിയില്ലാതെ സഹായിക്കാൻ എൻ്റെ അപ്പ മാധവന് ഒരു മടിയില്ലായിരുന്നു. അപ്പക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിരുന്നു ദേവകി എന്ന എനിക്ക് ജന്മം തന്ന സ്ത്രീ. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതായിരുന്നവര്, അവരെയായിരുന്നു അപ്പ ഇഷ്ടപ്പെട്ടത്. അപ്പയുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കാത്ത അച്ചമ്മ അവിടെ വിവാഹം നടത്തി കൊടുത്തു. എൻ്റെ ചേച്ചിയമ്മ ജനിക്കുന്നവരെ സന്തോഷം നിറഞ്ഞത് തന്നെയായിരുന്നു അവരുടെ ജീവിതം. പണത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ ആ സ്ത്രീയുടെ സ്വഭാവം പാടെ മാറി തുടങ്ങിയിരുന്നു. പലരുമായിട്ട് പല ബന്ധങ്ങളും തുടങ്ങി. അപ്പയുടെ മുന്നിൽ അവരെന്നും നല്ല അഭിനേത്രിയായിരുന്നു. ചേച്ചിയമ്മ 9ൽ പഠിക്കുമ്പോഴാ അവരെന്നെ ഗർഭം ധരിക്കുന്നത്. അതോടെ കാമുകൻ്റെ കൂടെ പോകാൻ പറ്റാത്ത ദേശത്തിൽ അവരെന്നെ ഇല്ലാതാക്കാൻ നോക്കിയെങ്കിലും അവർക്കതിന് സാധിച്ചില്ല. എന്നെ പ്രസവിച്ച അച്ഛനെ ഏൽപ്പിച്ച അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറായ മനോഹറിൻ്റെ കൂടെ അവർ പോയിരുന്നു. അവിടുന്ന് മുതലേ എന്നെ നോക്കിയത് അപ്പയും ചേച്ചിയമ്മയുമായിരുന്നു. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അവർ പോയപ്പോൾ അപ്പയുടെ സ്വത്തെല്ലാം കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന വീട് ചേച്ചിയമ്മയുടെ പേരിലേക്ക് മാറ്റിയത് കൊണ്ട് അതുമാത്രം അവർക്ക് കൈക്കലാക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ അപ്പയുടെയും ചേച്ചിയമ്മയുടെയും മാത്രം കാശിയായി ഞാൻ വളർന്നു. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അപ്പയുടെ ഉറ്റസുഹൃത്ത് നരേന്ദ്രനച്ഛനും രാധികാമ്മയും ട്രാൻസ്ഫറായിട്ട് അങ്ങോട്ട് വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു അവരും താമസിച്ചത്. അപ്പയും ചേച്ചി പോയി കഴിഞ്ഞാൽ എന്നെ നോക്കിയിരുന്നത് രാധുവായിരുന്നു. മക്കളില്ലാത്തവർക്ക് ഞാൻ സ്വന്തം മോൾ തന്നെയായിരുന്നു. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അപ്പയുടെ നഷ്ടപ്പെട്ട സ്വത്തെല്ലാം പതിയെ തിരിച്ചു പിടിച്ച് തുടങ്ങിയിരുന്നു. അതോടെ അപ്പക്ക് ശത്രുക്കളും കൂടി. അച്ഛനെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തു. അവരുടെ കൂടെ തന്നെ പറഞ്ഞു വിട്ടു എന്നെയും. ഒപ്പം ഉപരിപഠനത്തിനെന്നും പറഞ്ഞ് ചേച്ചിയെ അബോർഡിലേക്കും ആരുടെയും കണ്ണിൽപ്പെടാത്തൊരിടത്തേക്ക് മാറ്റി. സത്യം പറഞ്ഞാൽ അപ്പയുടെ ഉള്ളിൽ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ഭയം കൊണ്ടായിരുന്നു അപ്പോൾ തങ്ങൾ അകറ്റി നിർത്തിയിരുന്നത്. പഠനം കഴിഞ്ഞതും ചേച്ചി അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ ഇറങ്ങി. ഇടയ്ക്ക് വെക്കേഷനിൽ കൈ നിറയെ സാധനങ്ങൾ വാങ്ങി അപ്പയും ചേച്ചിയും തന്നെ കാണാൻ വരും. എന്നല്ലാതെ ഒരിക്കലും തന്നെ അവർ കൂടെ നിർത്താൻ ഒരുക്കല്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതും എൻ്റെ വാശിക്ക് കീഴടങ്ങി അവരെന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. 10ാം ക്ലാസ് റിസൾട്ട് വന്ന് ഫുൾ മാർക്ക് കിട്ടിയതിൻ്റെ സന്തോഷം ആകർഷിക്കാൻ ചേച്ചിയുടെ കൂടെ പുറത്തു പോയി വീട്ടിലെത്തുമ്പോഴാണ് കാണുന്നത് ദേഹമാകെ തീ പിടിച്ച് ജീവന് വേണ്ടി ആർത്ത് കരയുന്ന തൻ്റെ അപ്പയെയും ആ കാഴ്ച കണ്ട് രസിക്കുന്ന കുറേ നികൃഷ്ട ജന്മങ്ങളെയും. അപ്പാന്ന് വിളിച്ച് അലറി ചെല്ലുന്നതിന് മുമ്പായി ചേച്ചി തൻ്റെ വാ പൊത്തിപ്പിടിച്ച് കരത്തിലൂടെ ആരും കാണാത്തൊരു ഭാഗത്തേക്ക് മാറി നിന്നിരുന്നു. സ്വന്തം അപ്പ കൺമുന്നിൽ കിടന്ന് കത്തിത്തീരുന്നത് കണ്ട് മനസ്സ് മരവിച്ച് പോയിരുന്നു. അടുക്കളയിലെ സിലിണ്ടർ തുറന്നു വിട്ട് തീ കൊളുത്തി അവരത് നാച്ചുറൽ ഡെത്താക്കി മാറ്റിയിരുന്നു. അപ്പയുടെ മരണശേഷം തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയ തന്നെ ചേച്ചിയാ ബാംഗ്ലൂരിൽ +2 ചെയ്യാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്. ഒരിക്കലും തന്നെ നാട്ടിലേക്ക് വരാൻ ചേച്ചി അനുവദിച്ചിരുന്നില്ല. അതിനിടയിൽ ചേച്ചി സ്നേഹിക്കുന്ന ആളുമായിട്ട് അവിടെ മാരേജും കഴിഞ്ഞു. എല്ലാ മാസവും ചേട്ടായും ചേച്ചിയും കൂടി തന്നെ കാണാൻ വരും. അങ്ങനെ ജീവിതം വീണ്ടും ശാന്തമായി ഒഴുകി തുടങ്ങി. +2 കഴിഞ്ഞും എൻട്രൻസ് എഴുതിയെടുത്ത് അവിടെയുള്ള കോളേജിൽ തന്നെ MBBSന് സീറ്റും കിട്ടിയിരുന്നു. നീണ്ട 5 വർഷത്തെ പഠനത്തിന് ശേഷം അവിടെയുള്ള ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടറിൻ്റെ കീഴിൽ ജോലിക്ക് കയറി. അതിരിക്കെയാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ചേച്ചി അമ്മയാകാൻ പോകുന്ന സന്തോഷ വാർത്ത അറിയുന്നത്. ഡെലിവറി ടൈമിന് ഏതായാലും നാട്ടിലേക്ക് പോകണമെന്ന് ഉറപ്പിച്ച് ഓരോ മാസം കഴിയുന്നതും ആവേശത്തോടെ നോക്കി നിന്ന് താൻ പിന്നെ കേൾക്കുന്നത് എൻ്റെ ചേച്ചിയും ചേട്ടായിയും അവിടെ കുഞ്ഞും തന്നെ വിട്ട് അപ്പയുടെ അടുത്തേക്ക് യാത്രയായെന്നാണ്. അതറിഞ്ഞ അച്ഛൻ അറ്റാക്ക് വന്ന് ഒരു ഭാഗം തളർന്ന് കിടപ്പായെന്ന് കൂടി അറിഞ്ഞതും ജീവിതം തന്നെ മടുത്തു പോയിരുന്നു. പിന്നെ ആശിച്ചു വാങ്ങിയ ജോലിയും ഉപയോഗിച്ച് നാട്ടിലേക്ക് പോയി. എല്ലാം മറച്ചു വെച്ച് സാധാരണക്കാരനായി ജീവിച്ചത് എൻ്റെ അപ്പയെയും ചേച്ചിയും ചേട്ടായിയെയും എൻ്റെ സന്തോഷത്തെയും ഇല്ലാതാക്കിയവരെ കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷേ അതിൽ ഞാൻ പരാജയപ്പെട്ടു.
നീ ഒരിക്കലും ചോദിച്ചില്ലായിരുന്നു എങ്ങനെ എൻ്റെ പോലത്തെ കണ്ണ് കുഞ്ഞിന് കിട്ടിയെന്ന്. എൻ്റെ അപ്പക്കും ഞങ്ങളെപ്പോലുള്ള കണ്ണുകളായിരുന്നു. എന്നെ പോലെ തന്നെയായിരുന്നു എൻ്റെ അപ്പയും. കുഞ്ഞൻ എൻ്റെ ചേച്ചമ്മയുടെ മോനാണ് ദക്ഷ്. നിന്റെ ദച്ചുവിൻ്റെ വൈശാലി എൻ്റെ സ്വന്തം ചേച്ചമ്മ തന്നെയാണ്. നീ അന്ന് തറവാട്ടി വെച്ച് സത്യമെല്ലാം തുറന്നു പറഞ്ഞപ്പോളാ കുഞ്ഞൻ എൻ്റെ ചേട്ടായിയുടെയും ചേച്ചിയുടെയും കുഞ്ഞാണെന്ന് ഞാൻ അറിയുന്നത്. കരസിലൂടെ അതും പറഞ്ഞ് മുഖം പൊത്തിക്കൊണ്ട് കാശി അവിടെയുള്ള സെറ്റിയിലേക്ക് ഇരുന്നു. ഇത്രയും നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ തന്നെയാണ് കാശി ഞാൻ കുറച്ചു മുമ്പ് അതുപോലൊരു കള്ളം പറഞ്ഞത്. ഇനി എനിക്ക് നിന്നിൽ നിന്ന് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. ദക്ഷി പറഞ്ഞത് കേട്ട് കാശി അവനെ മുഖം വയ്ത്ത് നോക്കി. ആരാ നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയത്? അവർ തന്നെയല്ലേ എൻ്റെ ദച്ചുവിനെയും ശാലുവിനെയും ഇല്ലാതാക്കിയത്? ആരാ ഇതിന് പിന്നിലെന്ന് എനിക്കറിയില്ല ദക്ഷി. വർഷങ്ങൾ കഴിഞ്ഞത് കൊണ്ട് തന്നെ ആ മുഖങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എൻ്റെ അപ്പയെ ഇല്ലാതാക്കിയവർ തന്നെയാ നിന്റെ ദച്ചുവിനെയും ശാലുവിനെയും ഇല്ലാതാക്കിയത്. അതാരെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഞാനെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ജീവിതം തിരഞ്ഞെടുത്തത്. അപ്രതീക്ഷിതമായിട്ടാ ലക്ഷ്മിയമ്മയോടൊപ്പം കുഞ്ഞിനെ കാണുന്നത്. അന്ന് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം എന്നിൽ മിഴിവോടെ നിറഞ്ഞു നിന്നത് കുഞ്ഞാപ്പിയുടെ മുഖം തന്നെയായിരുന്നു. എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നെയാ വിവാഹത്തിന് താല്പര്യമില്ലാണ്ട് പോലും ഞാൻ തയ്യാറായത്. അന്നെൻ്റെ അമ്പൂട്ടനെ ചേർത്ത് പിടിക്കുമ്പോഴും സ്വന്തമാണെന്ന് പറഞ്ഞ് അടക്കി പിടിക്കുമ്പോഴും അറിഞ്ഞില്ല എൻ്റെ ചേച്ചിയും ചേട്ടായി ഈ ഭൂമിയിൽ തനിക്ക് സ്വന്തം എന്ന് പറയാൻ മാറ്റിവെച്ച് പോയ അവരുടെ നിധിയാണെന്ന്. പക്ഷേ വിവാഹം, അതോടുകൂടെ എല്ലാം മാറി. ഞാനൊരു ലക്ഷ്യങ്ങൾ മറന്ന് നിങ്ങളിൽ ഒതുങ്ങി. ഒരിക്കലും കരുതിയില്ല നീ എല്ലാം അറിയുന്നു. അമ്മയും അച്ഛനും ഒന്നും തുറന്നു പറയില്ലെന്ന് എനിക്കറിയാം. കാരണം അവർക്ക് ഞാനിന്നും അവരുടെ മകൾ തന്നെയാ. എന്നെ നഷ്ടപ്പെടുത്താൻ അവരാഗ്രഹിക്കില്ല. പിന്നെ എങ്ങനെയാ നീ ഇതെല്ലാം കണ്ടുപിടിച്ചത്? നീ എൻ്റെ ജോലി മറന്നതാണ് കാശി. നിന്നെ ചതിച്ചത് നിന്റെ ഈ കണ്ണുകളാണ്. അന്ന് ഞാൻ നീ ജനിച്ച വീട്ടിൽ പോയിരുന്നു. ആകെ കത്തിയമർന്ന ആ വീട്ടിൽ നിന്നും എനിക്കൊരു തെളിവും കിട്ടാതെ പോരുമ്പോഴാണ് ദൈവനിയോഗം പോലൊരു ഫോട്ടോ എൻ്റെ കണ്ണിൽപ്പെടുന്നു. ദക്ഷ പറഞ്ഞത് കേട്ട് കാശവനും മിഴികൾ ഉയർത്തുന്നു. തൻ്റെ 2 മക്കളെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന നിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു. അതിൽ നിന്റെ അപ്പയും മനസ്സിലായെങ്കിലും നിങ്ങളെനിക്ക് മനസ്സിലായില്ല. പിന്നെ ആ ഫോട്ടോയും ചിതിലരച്ചും കത്തിയും പോയിരുന്നു. പിന്നെ നീ അന്ന് കുഞ്ഞാണ്. അന്ന് 3 വയസ്സൊക്കെ ഉള്ളൂ ചേച്ചി. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ദിവസം നിന്റെ വീട്ടിൽ പോയപ്പോഴാണ് അമ്മ എനിക്ക് പഴയ ആൽബം കാണിച്ചു തരുന്നത്. അതിലുള്ള നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. കുഞ്ഞിൻ്റെ അതേ രൂപം. അവിടെ മുതലാണ് നീ എന്നിൽ സംശയമായി മാറിയത്. പക്ഷെ നിന്റെ അപ്പയുടെ കളർ ഫോട്ടോ കൂടി കണ്ടതോടെ എൻ്റെ ഉള്ളിലെ സംശയങ്ങൾ പകുതി സത്യമാണെന്ന് മനസ്സിലായി. നിന്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചെങ്കിലും അവരൊന്നും വിട്ടു പറഞ്ഞില്ല. അങ്ങനെയാണ് നിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അജ്മൽ എന്ന അല്ലുവിലേക്ക് ഞാൻ എത്തുന്നത്. എന്താണെന്നറിയില്ല. ഞാൻ ചോദിക്കേണ്ട താമസം അവന് പേടികൊണ്ടൊന്നും അറിയില്ല. അവൻ സത്യമെല്ലാം പറഞ്ഞു. നിന്റെ കുടുംബം ഇല്ലാതാക്കിയവരെ കണ്ടുപിടിക്കാനാ നീ കഷ്ടപ്പെട്ട് ആശിച്ചു വാങ്ങിയ ജോലി പോലും കളഞ്ഞ് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നെന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. നിന്നിൽ നിന്നും സത്യം അറിയാൻ വേണ്ടി നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ കൂടി നിന്നെ ഞാൻ PSC ക്ലാസ്സിൽ ചേർത്തത്. പക്ഷെ അവിടെയും നീ എന്നെ തോൽപ്പിച്ചു. അപ്പോഴും നീ ഒന്നും തുറന്നു പറഞ്ഞില്ല. അവസാനം നിന്നിൽ നിന്ന് തന്നെ അറിയാൻ വേണ്ടി തന്നെയാ ഞാനിതുപോലൊരു കള്ളക്കഥ നിന്നോട് പറഞ്ഞത്. മനഃപൂർവ്വം തന്നെയെല്ലാം പറയാഞ്ഞത്. അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഏടുകളാണ്. പിന്നെ സത്യം അറിയുമ്പോൾ നീ എങ്ങനെ പ്രതികരിക്കുന്ന ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ നീ എന്നെ അകറ്റിയാരെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയാതിരുന്നത്. അത് പറഞ്ഞ് കാശി ദക്ഷിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയതും അവൻ്റെ കൈകളും അവളെ ചുറ്റി വരുന്നു. നിന്റെ അച്ഛൻ്റെ മരണത്തിൽ നിന്നേക്കാൾ വേദനയുള്ള മറ്റാരോ ഈ ഭൂമിയിലുണ്ട് കാശി. കാരണം ഈ കേസിൽ സംശയമുള്ള ഒരൊറ്റയാൾ പോലും ജീവനോടെ ഇല്ല. ഈ സിറ്റിയിൽ 3 മാസം ഇടപെട്ട് നടന്ന ദാരുണമായ കൊലപാതകത്തിലുള്ള ഇരകളുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് അവരെല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്റെ അച്ഛൻ്റെ മരണം വരെ അവിടെ ജോലിക്ക് നിന്നവരാണെന്നാണ്. അപ്പോൾ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ കിടന്ന് കളിക്കുന്നവരെ? ദക്ഷ പറഞ്ഞത് കേട്ട് അത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം വല്ലാതെ മുറുകിയിരുന്നു. കണ്ടുപിടിക്കും ഞാൻ. കുറ്റവാളികളിലേക്കുള്ള ദൂരം ഇപ്പോൾ വളരെ കുറവാണ്. ദക്ഷ പറഞ്ഞത് കേട്ട് കാശി എന്തോ ആലോചിച്ച് മൂളിക്കൊണ്ട് അവനോട് ചേർന്നു. മൗനം അവളുടെ ഇടയിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഇരുവരുടെയും മനസ്സ് പലവിധ ചിന്തകളിൽപ്പെട്ട് ഉഴറുകയായി. എടുപ്പിൽ മുറുകുന്ന കൈകളാണ് കാശിയെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. മുഖമെഴുതി നോക്കിയ കാശി കാണുന്നത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷിണയാണ്. മുഖഭാതിയും തന്നെ അവൻ തന്നിൽ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കാശി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് പതിയെ പെരുവിരൽ കുത്തി ഉയർന്ന് കട്ടിമീശക്കടിയിലൂടെ കാണുന്ന ദക്ഷിൻ്റെ ഇളം റോസ് നിറത്തിലുള്ള കീച്ചുണ്ട് കടിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങി. കാശിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ദക്ഷൊന്നും ഞെട്ടിപ്പോയിരുന്നുവെങ്കിലും അവനും അവളെ തിരിച്ച് ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. കൈകൾ അവളുടെ ദേഹം മൊത്തം അലിയാൻ തുടങ്ങിയതും
കാശി ഒന്ന് കുറുകി അവനെ കൂടുതൽ വരിഞ്ഞു മുറുകി. ദക്ഷിന്റെ ദേഹത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നതും ദക്ഷ അവളെ പൊക്കിയെടുത്ത് ബാൽക്കണിയിലെ റെയിലിങ്ങിലെത്തി അവളെ മുറുകെ പുണർന്ന് ഗാഠമായി ചുംബിക്കാൻ തുടങ്ങിയതും കാശി കാലുകൾ അവൻ്റെ ഇടുപ്പിലൂടെ പിടിച്ചു വെച്ചു. ശ്വാസം വിലങ്ങിയതും ദക്ഷി കാശിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവളുടെ കഴുത്തിടക്കിലേക്ക് മുഖം പൂഴ്ത്തിയതും ചെറു ശിൽക്കാരത്തോടൊന്ന് പിടഞ്ഞ് കാശി അവൻ്റെ തോളിൽ അള്ളിപ്പിടിച്ചു. കഴുത്തിലൊഴുകി നടന്ന ദക്ഷിന്റെ പല്ലുകളുടെയും ചുണ്ടുകളുടെയും അനുഭൂതിയിൽ അവളുടെ കണ്ണുകൾ മാടിയടങ്ങി. കഴുത്തിൽ നിന്നും അവൻ്റെ മുഖം താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം കൈവിരലുകൾ അവൻ്റെ മുടികളെ കോർത്തു വലിച്ചു. കുറച്ചു കഴിഞ്ഞ് ദക്ഷ ഒന്ന് ഉയർന്ന് കാശിയെ നോക്കി. അവളുടെ കണ്ണിൽ പ്രണയത്തിനപ്പുറം മറ്റെന്തോ ഭാവം തെളിഞ്ഞു കണ്ടതും ദക്ഷ അവളുടെ നൈറ്റ് ഡ്രസ് ഞൊടിയുടെ കൊണ്ട് അവളിൽ നിന്ന് അടർത്തി മാറ്റി കാശിയെ കോരിയെടുത്ത് ഫ്ലോറിലേക്ക് കിടത്തി. നിലാവെളിച്ചത്തിൽ കാണുന്ന അവളുടെ അർദ്ധനഗ്നമായ മേനിയിലൂടെ ദക്ഷിന്റെ മിഴികൾ ഒഴുകി നടന്നതും അത് മനസ്സിലായെന്നപ്പോൾ കാശി ചുവന്ന കവളുകൾ അവനിൽ നിന്ന് മറക്കാനെന്ന വണ്ണം ഫ്ലോറിൽ കമിഴ്ന്നു കിടന്നതും ഇട്ടിരുന്ന ബനിയൻ സ്വയം ഊരി മാറ്റി ദക്ഷ അവളുടെ അടുത്തായി കിടന്ന് അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം വീഴ്ത്തി അവളെ ചുറ്റിപ്പിടിച്ചു. പുറത്തുകൂടെ അവൻ്റെ പല്ലുകളും ചുണ്ടുകളും കൈകളും അനുസരണയില്ലാതെ കുസൃതി കാണിച്ചൊഴുകി നടക്കാൻ തുടങ്ങിയതും കാശി ഒന്ന് പൊള്ളിപ്പിടിഞ്ഞ് വേഗം തിരിഞ്ഞു കിടന്ന് അവനെ ചുറ്റിപ്പിടിച്ച ആദരങ്ങളിലേക്ക് ചുംബിച്ചെടുത്തു. പുറത്തെ തണുപ്പിലും ഇരു ശരീരങ്ങളും ചൂടുപിടിച്ചു. പുറത്തെ നിലാവിനെയും നക്ഷത്രങ്ങളെയും സാക്ഷിയാക്കി ദക്ഷ വീണ്ടും വീണ്ടും പലതവണ ആ രാത്രി അവൻ്റെ കാശിയെ സ്വന്തം.